പഞ്ചാബിലെ പ്രമുഖ മെഗാ ചർച്ച് പാസ്റ്റർക്കെതിരെ ലൈംഗിക ആരോപണവും കേസും. പഞ്ചാബിലെ ജലന്ധർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്ലോറി ആൻഡ് വിസ്ഡം ചർച്ചിന്റെ സ്ഥാപകനും പ്രഭാഷകനുമായ പാസ്റ്റർ ബിജേന്ദർ സിംഗിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം. 22 വയസ്സുകാരിയായ ഒരു യുവതിയാണ് പരാതിക്കാരി. താൻ ചില നാളുകൾ ആ സഭയിൽ അംഗമായിരുന്നെന്നും ബിജേന്ദറിൽ നിന്ന് മാനസിക പീഡനവും ലൈംഗിക പീഡനവും അനുഭവിക്കേണ്ടി വന്നു എന്നാണ് യുവതി പരാതിപ്പെട്ടിരിക്കുന്നത്. ഈ പരാതിയിൽ യുവതി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇപ്രകാരമാണ്: താൻ ചില വർഷങ്ങൾ ആ സഭയിൽ അംഗമായിരുന്നു. ബിജേന്ദർ ആരാധനയ്ക്ക് ശേഷം ദീർഘസമയം അവിടെ ചിലവഴിക്കുവാൻ തന്നെ നിർബന്ധിക്കുകയും ആരാധനാലയത്തിന് സമീപത്തുള്ള മുറിയിലേക്ക് ഈ സ്ത്രീയെ വിളിച്ചു വരുത്തുകയും അനാവശ്യമായി ശരീരത്തിൽ ലൈംഗിക താല്പര്യത്തോടെ സ്പർശിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിലുള്ളത്. ലൈംഗിക ഉദ്ദേശത്തോടുകൂടെ തന്നെ സമീപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും ആരോപണത്തിലുണ്ട്. ഇതിനെ തുടർന്ന് തന്റെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പമാണ് പോലീസ് സ്റ്റേഷനിലെത്തി യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാസ്റ്റർ ബിജേന്ദറിനെതിരെ അന്വേഷണം നടത്തുന്നതിന് പഞ്ചാബ് ഗവൺമെന്റ് പ്രത്യേക പോലീസ് സേനയെ നിയോഗിച്ചു. യുവതിയുടെ ആരോപണങ്ങളിൽ മറ്റു ചില ഗുരുതരമായ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ബിജേന്ദറിന് ഓപ്പിയം ബിസിനസ് ഉണ്ടെന്നും ഡൽഹിയിലെ GB റോഡിലുള്ള ബ്രദേഴ്സ് ഹൗസിലേക്ക് സ്ത്രീകളെ എത്തിച്ചിരുന്നു എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും പഞ്ചാബ് പോലീസ് ശക്തമായ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സമീപകാലത്ത് പഞ്ചാബിലെ സഭാ വളർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞു നിന്ന പാസ്റ്ററാണ് പാസ്റ്റർ ബിജേന്ദർ സിംഗ്. ഹരിയാനയിലെ ഒരു ജാട്ട് കുടുംബത്തിൽ ജനിക്കുകയും ബാല്യകാലത്ത് അടിപിടി കേസുകളിൽ അകപ്പെട്ട് ജയിലിൽ പോവുകയും ചെയ്യേണ്ടി വന്ന ഈ ബിജേന്ദർ ജയിലിൽ വെച്ചാണ് ബൈബിൾ വായിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ഒരു പാസ്റ്ററുടെ ഇടപെടലിലൂടെ പിന്നീട് അദ്ദേഹം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ചില നാളുകൾ ചിലവഴിക്കുകയും അദ്ദേഹത്തിന് കിട്ടിയ പ്രത്യേക ദൈവിക ദർശനപ്രകാരം 2016 ഒരു സഭ സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു. ജലന്ധർ കേന്ദ്രമാക്കി സഭാപ്രവർത്തനം ആരംഭിച്ച ബിജേന്ദറിന്റെ സഭയ്ക്ക് വളരെ പെട്ടെന്നാണ് 10,000-കണക്കിന് ആളുകൾ അംഗങ്ങളാകുന്ന സഭയായി മാറ്റപ്പെട്ടത്. സോഷ്യൽ മീഡിയയിലും ബിജേന്ദറിനെ പിന്തുണയ്ക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. യൂട്യൂബിൽ മാത്രം അദ്ദേഹത്തിന് 40 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും 10-11 ലക്ഷമൊക്കെ ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പഞ്ചാബിലെ ഏറ്റവും ജനപ്രിയനായ പാസ്റ്ററായി ശുശ്രൂഷകനായി മാറ്റപ്പെട്ട ബിജേന്ദർ സിംഗിനെതിരെ ഇപ്പോഴിതാ അതിശക്തമായ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് അദ്ദേഹം സംഘടിപ്പിച്ച ശോഭായാത്രയാണ് ഈ ആരോപണങ്ങളുടെയൊക്കെ പിന്നിലുള്ള പ്രേരക ശക്തി എന്ന് പലരും പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം നടത്തിയ ശോഭായാത്ര പഞ്ചാബിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളുടെ വരെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. 10 കോടിയിലധികം രൂപ ചെലവഴിച്ച് അദ്ദേഹം നടത്തിയ ശോഭായാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വേദവാക്യങ്ങളും കുരിശുമൊക്കെ ഏന്തിക്കൊണ്ട് ആ റാലിയിൽ പങ്കെടുത്തത്. അങ്ങനെ നടന്ന ആ റാലി അക്ഷരാർത്ഥത്തിൽ പഞ്ചാബിനെ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജലന്ധറിലും ചണ്ഡീഗഡിലുമൊക്കെയായി നടന്ന ഇത്തരം ക്രിസ്മസ് റാലികൾ പഞ്ചാബിൽ വളർന്നു വരുന്ന ക്രൈസ്തവ സമൂഹത്തെ കുറിച്ചുള്ള ഏകദേശ ധാരണ പൊതുസമൂഹത്തിന് ലഭിക്കുവാൻ കാരണമായി തീർന്നു. അതേ തുടർന്ന് പഞ്ചാബിലെ നിരവധി സഭകൾക്കുണ്ടാകുന്ന അഭൂതപൂർവമായ വളർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാനും അതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ ചെയ്തിരുന്നു. അങ്ങനെയുള്ള മെഗാ ചർച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബിജേന്ദറിന്റെ സഭ. ബിജേന്ദറിന്റെ സഭയിൽ ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ട്. ആ സഭയുമായി ബന്ധപ്പെട്ട നേരത്തെയും ആരോപണങ്ങൾ ഉയരുകയും ED പരിശോധനകളൊക്കെ അവിടെ നടക്കുകയും നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ലൈംഗിക ആരോപണങ്ങൾ അല്പം ഗുരുതരമായ പ്രശ്നമായി മാറുമെന്നാണ് പൊതുസമൂഹം കണക്കാക്കുന്നത്. മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആരോപണങ്ങൾ ഉയരുന്ന ഈ സമയത്ത് അയൽ രാജ്യമായ നേപ്പാളിലാണ് ബിജേന്ദർ ഉള്ളത്. അദ്ദേഹം ഉടൻ തന്നെ മടങ്ങിയെത്തുമെന്നും അവിടെ ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയതാണെന്നും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഒരു വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചു.
എന്നാൽ അദ്ദേഹം നടത്തുന്ന ഒരു വീഡിയോ സംഭാഷണം കൂടെ ആ സഭ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നും ഇത് കെട്ടിച്ചമച്ചതാണെന്നും, എങ്ങനെ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെയും ആ കുടുംബത്തിനെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അതിന് സഭാജനങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും തനിക്ക് ആവശ്യമുണ്ടെന്നുമാണ് വിജേന്ദർ പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തനിക്ക് 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ലെന്നും ഒക്കെ വിജേന്ദർ സിംഗ് അവകാശപ്പെടുന്നു. എന്തായിരുന്നാലും പഞ്ചാബിൽ അഭൂതപൂർവമായ സഭാ വളർച്ച ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതിനെതിരെ ശക്തമായ എതിർപ്പുകളുമായി വിവിധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെ നിലയിൽ ഈ വളർച്ചയെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുമോ ആ നിലയിലൊക്കെ ഇതിനെ തടഞ്ഞു നിർത്തുവാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇത്തരം ആരോപണങ്ങൾ പാസ്റ്റേഴ്സിനെതിരെ ഉയർന്നു വരുന്നത്, പ്രത്യേകിച്ച് വളരെ പോപ്പുലറായി സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിജേന്ദറിനെ പോലുള്ള ജനപ്രിയരായിട്ടുള്ള പാസ്റ്റേഴ്സിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഈ ആരോപണങ്ങളെ കുറിച്ച് ഗവൺമെന്റ് നടത്തുന്ന, പോലീസ് സംവിധാനം നടത്തുന്ന അന്വേഷണങ്ങൾ എവിടെ എത്തുമെന്ന് നമുക്കറിയത്തില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സഭകൾ വളർച്ച പ്രാപിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ വെറും ആരോപണങ്ങൾ മാത്രമല്ല, പലപ്പോഴും പല സംഭവങ്ങളും യാഥാർത്ഥ്യമാണെന്ന് പിന്നീടുള്ള അന്വേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി പ്രസ്ഥാനങ്ങൾ തകർന്നു പോകുവാൻ ശുശ്രൂഷകന്മാർക്കെതിരെ, നേതാക്കൾക്കെതിരെ, സഭാസ്ഥാപകർക്കെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ മുഖാന്തരമായിട്ടുണ്ട്. ഒരു കാര്യം വിശ്വാസികൾ മനസ്സിലാക്കുക, ഒരു സഭയുടെ വളർച്ചയെ തടയുവാൻ ശത്രു തന്റെ എല്ലാ പദ്ധതികളും ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സാത്താന്റെ പദ്ധതികളിൽ കുടുങ്ങിപ്പോകുന്ന നേതൃത്വം വിവേകപൂർവമായി കാര്യങ്ങൾ ചെയ്യാതെ, വിശുദ്ധ ജീവിതം നയിക്കാതെ, സാത്താന്റെ പദ്ധതികളിൽ കുടുങ്ങിപ്പോകുന്ന സഭാ നേതൃത്വം അവരുടെ മാത്രം തകർച്ചയ്ക്കല്ല കാരണമായി തീരുന്നത്, ഒരു സമൂഹത്തിന്റെ മുഴുവൻ തകർച്ചയ്ക്ക് നിരവധി പേർ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുവാൻ, വിശ്വാസം പരിത്യജിക്കുവാനും ഒക്കെ അവർ മുഖാന്തരമായി മാറിയേക്കാം എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. എന്തായാലും ഈ ആരോപണങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് പഞ്ചാബിലെ ക്രൈസ്തവ സഭാ വളർച്ചയുടെ നട്ടെല്ലൊടിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തന്നെ ഈ ആരോപണങ്ങൾ വ്യാജമാണെങ്കിൽ ഇതിനെ അതിജീവിക്കുവാനും മുന്നോട്ട് പോകുവാനും വിജേന്ദറിനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും സാധിക്കുമെന്നുള്ള കാര്യത്തിനും സംശയമില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.